നമ്മുടെ അടതട്ടി റെഡിയായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അടതട്ടി എന്നൊരു പലഹാരത്തെ പറ്റിയാണ്. അടതട്ടി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാരണവന്മാർ, പണ്ടത്തെ അച്ഛന്മാർ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പലഹാരം. രാവിലെ ചായയ്ക്ക് ഉണ്ടാക്കി തരുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരാൻ നല്ല ടേസ്റ്റാണ്. അത് നിങ്ങളിൽ കൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് ഉഴുന്ന്, പച്ചരി, പരിപ്പ്, പിന്നെ തേങ്ങ, മുളക്, ഉപ്പ്, ജീരകം, കായം, വെളുത്തുള്ളി, ഉള്ളി, ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടി അരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. ഒരുപാട് അരയാൻ പാടില്ല. ഈ ഉഴുന്നും പച്ചരിയും ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. അരി അരച്ചെടുക്കണം, ഒരുമാതിരി അരഞ്ഞു വരണം. നമുക്കിതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വന്നാലോ. നമുക്ക് നോക്കാം കേട്ടോ. അരച്ചെടുക്കാൻ ആദ്യം ഉഴുന്ന് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരയരുത്, പതുക്കെ ഒന്ന് ചതഞ്ഞ് പൊട്ടി വരികയും ചെയ്യാവുന്നുണ്ട്. ഒരുപാടൊന്നും അരഞ്ഞിട്ടില്ല, അരയാൻ പാടില്ല. ആ പരുവത്തിൽ അത് ചതച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഉഴുന്നലാദ്യം അരച്ച പച്ചരി പരിപ്പ് നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുത്തുകൊണ്ട് വരാം. അതും അതുപോലെ തന്നെ പതുക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടേ ഉള്ളൂ. പരിപ്പ് ഉണ്ടോ, അരഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ടാണ് അത് അരയ്ക്കാറുള്ളത്. നമുക്ക് ഇനി എടുത്ത് അരയ്ക്കുന്നത് പച്ചരിയാണ്. പച്ചരി കുളിക്കലിന് കൂടെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഒത്തിരി കൂടെ അരയണം. എന്നാൽ തരുന്നത് കിടക്കുകയും ചെയ്യും. നല്ലോണം ഞാൻ മിക്സിയിലേക്ക് ആക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ബാക്കി ചേരുവകൾ ഇടണത് മുളകുണ്ട്, പിന്നെ തേങ്ങ, ജീരകമാണ് ഇട്ടിട്ടത്. തേങ്ങ ആവശ്യത്തിന് നമുക്ക് അത്യാവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം, അത് ചേർക്കാം. അത് കഴിഞ്ഞ് തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം 2 അല്ലിയേ ഉള്ളൂ. പിന്നെ ചുമന്നുള്ളി, അത് കഴിഞ്ഞ് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. അത് ഈ പറഞ്ഞ അരിയെടുത്ത് കായമാണ്. അത് കായം ഞാൻ പൊടിയായതുകൊണ്ട് പിന്നീട് ചേർക്കുന്നുള്ളൂ. കട്ടയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അരച്ച് ചേർക്കാം. അപ്പോൾ നമുക്കിതും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ആ ഉഴുന്നും പരിപ്പും അരച്ച് വെച്ചിട്ടില്ലേ അതിൻ്റെ കൂടെ നല്ല ഒരുപാട് തരിയുണ്ട് കേട്ടോ. നല്ലത് ഒരുപാട് തരിയോട് തന്നെയാണ് ഞാനത് അരച്ചെടുത്തേക്കണത് ഉണ്ടോ. എല്ലാം കൂടി കൂടി അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണം. എല്ലാം കൂടി തൂത്തെടുക്കുകയാണ്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊക്കെ ഞാൻ കൈ കഴുകിയിട്ടാട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കായം ഇടണം. ഇത്തിരി കായം അരച്ചിട്ടിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് അതിന് ബാക്കി ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു വെള്ളമൊന്നുമില്ലാതെ നമുക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ കൈ കൊണ്ട് പരത്തുക എന്നുള്ള കണ്ടീഷനാണ്. അതിനേക്കാൾ ഇച്ചിരി വെള്ളമായി, എന്നാലും കുഴപ്പമില്ല. അതാ പരത്തി നമുക്ക് ദോശക്കല്ലിൽ പരത്തിയിട്ട് ചുട്ടെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി കായം കൂടെ പോരായി ഉണ്ടായിരുന്നു. ഇത്തിരി കായം കൂടെ അതിലേക്ക് ഇട്ടു. നമുക്ക് ആവശ്യത്തിന് കായത്തിൻ്റെ സ്വാദ് കിട്ടുന്ന ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് കായം ഇടാം. നല്ല ടേസ്റ്റ്, കായത്തിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്ക് ഉണ്ടാക്കുമ്പോൾ മണം അടിച്ചാൽ മതി. അത് കഴിക്കാൻ അപ്പം തന്നെ തിന്നാൻ തോന്നുന്നത് പോലെ നല്ല. എൻ്റെ അമ്മ അങ്ങനെ ഉണ്ടാക്കി തരാറുണ്ട് പണ്ട്. ഞാനങ്ങനെയൊക്കെയാണ് ഞാൻ കഴിച്ചത്. ഞാനിപ്പോൾ എൻ്റെ പിള്ളേർക്കും ഉണ്ടാക്കി കൊടുക്കും. അവരും ഇത് കഴിക്കും. അവർ പറയും നല്ലതാട്ടോ അമ്മേ, നല്ലതാണ്.
എന്ന് അവരും പറയാറുണ്ട്. അപ്പോൾ നമുക്കത് ഇനി അത് കല്ലിലേക്കെല്ലാം ഇളക്കി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കല്ലിലേക്ക് നമുക്ക് പരത്താൻ നോക്കാം. ദോശക്കല്ല് നമുക്കിനി അടുത്തേക്ക് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ വെച്ചാൽ കല്ലിൽ തന്നെ ആയിട്ട് ഒരു തവയിലല്ല, ദോശക്കല്ലിന് എന്താ വെച്ചാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ചൂടാകുമ്പോൾ ഒരുപാട് ഫ്ലെയിമിലിടരുത്. നിറച്ച് എണ്ണ ഇത്തിരി കൂടുതലാട്ടോ ഇതിന് വേണ്ടത്. എണ്ണ എന്തോരം ചെല്ലുന്ന അത്രയും ടേസ്റ്റ് കിട്ടും. എന്നിട്ട് മൊരിഞ്ഞ് കിട്ടുമ്പോഴാണ് ടേസ്റ്റ് കൂട്ടുന്നത്. അത്യാവശ്യം നാല് സൈഡിലും എല്ലാം നിറച്ച് എണ്ണ തൂത്ത് കൊടുക്കണം. അല്ലെങ്കിൽ കല്ലിൽ നിന്ന് പോരാൻ ചിലപ്പോൾ വിഷമമുണ്ട്, അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, നമുക്കത് ചുട്ടെടുക്കാം. ഒരുപാട് തീ ഇടണ്ട. തീ കൂട്ടി കിട്ടണമെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. കല്ലിലേക്ക് നമുക്ക് ഒഴിക്കാം. ഞാനൊരു 3 തവി, ചെറിയ സ്പൂണാണ്, 3 സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത്യാവശ്യം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം വലിയണം. പതുക്കെ വെള്ളം വലിഞ്ഞ ശേഷമാണ് നമുക്ക് പുറമെ എണ്ണ തൂത്ത് കൊടുക്കണം. എന്നാൽ വെള്ളം വലിഞ്ഞ് വരട്ടെ. വെള്ളം വലിഞ്ഞ് വന്നിട്ട് നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലൂടെ. ആ എണ്ണ തൂത്ത് കൊടുക്കുന്നതോറും അതിന് ടേസ്റ്റ് കൂടും കേട്ടോ. വെള്ളം വലിഞ്ഞ് അതൊക്കെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി എണ്ണ നമുക്കത് തൂത്ത് കൊടുക്കാം. ശരിക്കും വലിഞ്ഞിട്ടില്ല, വലിയുമ്പോൾ വരട്ടി കുറച്ചും കൂടെ കൂടുതലാണ് നല്ലതായിരിക്കും. ഇച്ചിരി താമസമുണ്ട് ഇത് ശരിയായി വരാൻ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. കഴിച്ചാലും മതിയാവില്ലാത്ത നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്. അത് മുരിഞ്ഞ് വരട്ടെ. അതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എണ്ണ പരട്ടി കൊടുക്കും. മുരിഞ്ഞ് വരുന്നതനുസരിച്ച്, വെള്ളം വലിഞ്ഞ് വരുന്നതനുസരിച്ച് നമുക്ക് എണ്ണ പരട്ടി കൊടുത്താൽ നല്ല ഒരു ഇത് കിട്ടും. ഇത് ഞങ്ങൾ പറയുന്നത് അടതട്ടി എന്നാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്. അതിന് വരുമ്പോൾ നമുക്കത് മറിച്ചിടാൻ നോക്കണം. ഇതിപ്പം കല്ല് ഇച്ചിരി നാൾ ഞാൻ എടുത്തിട്ട് കുറച്ച് നാളായി, അതുകൊണ്ട് ഇച്ചിരി ഒരു പാട് ആദ്യത്തെ ദോശയ്ക്ക് വരും എടുക്കാൻ. വലിയ കുഴപ്പമുണ്ടായില്ല, എന്നാലും നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ട് അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമ്മളത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. എന്നാലാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് ഉണങ്ങി വരണം. എന്നുവെച്ചാൽ ഒരുപാട് ഇതായിട്ടല്ല, ഒരു മയം, ചെറിയൊരു മയം ഉണ്ടായിരിക്കും. പക്ഷെ അന്ന് നല്ല ഒരു മുറുകുകയും ചെയ്തിരിക്കണം, നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയും ചെയ്യണം. നല്ല ടേസ്റ്റാണ്. എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമായി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഓരോന്നാൾ പറയും വയറ് നിറഞ്ഞു അമ്മയെന്ന് പറയും. നല്ല ടേസ്റ്റ്. ഒരുപാട് തീ കൂട്ടരുത് കേട്ടോ. ഒരുപാട് തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എണ്ണ പറ്റണതല്ലേ, അതുകൊണ്ട് പുകഞ്ഞു വരും. അങ്ങനെ പുക ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എണ്ണ തൂക്കണം വലിയ ഇഷ്ടമാണ്. എണ്ണ എനിക്കിഷ്ടമാണ്, ഒരുപാട് എനിക്കിഷ്ടമാണ്. അതാണ് ഞാൻ എണ്ണ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് തൂത്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ വേണമെന്നില്ല. എണ്ണ കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്ക് അതിനനുസരിച്ച് ചെയ്യാം. നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് നമുക്കത് ഉണക്കി എടുക്കാം. നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലതാണോ എന്ന് അറിയണ്ടേ. എല്ലാവർക്കും ടേസ്റ്റൊക്കെ ഒന്നറിയാം. ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ പറയണം കേട്ടോ. ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്, മുരിഞ്ഞ് വന്നിട്ടുണ്ട്. തിരിച്ച് മറിച്ചൊക്കെ ഞാൻ 2-3-4 പ്രാവശ്യമൊക്കെ മറിച്ചൊക്കെ ഇട്ടാണ് എടുത്തിരിക്കുന്നത്. ഏതാണ്ടൊക്കെ നന്നായിട്ട് ഒരുമാതിരി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉണ്ടോ, ഒരുമാതിരി നല്ല മുറുക്കമായിട്ടുണ്ട്. നമുക്കിതിനിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് അടതട്ടി. എന്ത് രസമാണ് കാണാൻ തന്നെ, നല്ല രസമാണ്. അടുത്തത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 3-4 അതിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരുപാട് ഞാൻ ഉണ്ടാക്കിയില്ല, കുറച്ച് മതിയിലൊന്ന് കുറച്ചിട്ട് ഉണ്ടാക്കി. ഇതേ അടുത്തതും ഇട്ടു, 3-ാമത്തേതും അതും ഇട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതേ അങ്ങനെ എൻ്റെ അടതട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ